ഏറ്റവും പ്രിയപ്പെട്ട ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൻ്റെ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത ടോണി പിതാവ്, നമ്മോടൊപ്പമുള്ള നമ്മുടെ ഫ്രാങ്കോ പുത്തിരി അച്ഛൻ ഇവിടെ എത്തിയിട്ടില്ല, അല്പസമയത്തിനകം എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വേദിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും ഔപചാരികമായി പിരിയുന്ന സിസ്റ്റർ സുഹൃത, നമ്മുടെ PTA ഭാരവാഹികൾ, ഞാൻ ഓരോരുത്തരുടെയും പേര് ആവർത്തിക്കുന്നില്ല, പ്രിയപ്പെട്ട നമ്മുടെ കൗൺസിലർ ഉൾപ്പെടെ വേദിയിലെ ബഹുമാന്യരെ, സദസ്സിലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വൈദികരുണ്ടായിരുന്നു, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഇവിടെ ധാരാളം, നമ്മുടെ സുഹൃത സിസ്റ്ററുടെ റിട്ടയർമെൻറ്റ് ആയതുകൊണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പൊതുവിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷത്തിലെ സിസ്റ്റർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ അവരുടെ പരിപാടികൾ കണ്ടില്ല, അപ്പോൾ ഞാൻ ശരിക്കും അത് സിസ്റ്റേഴ്സാണ് ധരിച്ചത്. നമ്മുടെ സുഹൃത സിസ്റ്ററുടെ ഏകദേശം ഒരു മുഖഭാവമാണ് അവർക്കൊക്കെ ഉള്ളത്. വളരെ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ തുടർന്ന് എല്ലാവരും കലാപരിപാടികൾ ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് നമുക്കറിയാം. മുണ്ടത്തിക്കോട് രാജഗിരി മേഖലയിലെ ഒരുപാട് കുട്ടികളോടുകൂടി ഇപ്പം നേരത്തെ ഞാൻ ഇവിടെ വന്ന് കുറച്ച് സമയം കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു അധ്യയന കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും പാഴാക്കാതെ പഠന പ്രവർത്തനവും പാഠ്യേതര പ്രവർത്തനങ്ങളും എല്ലാമായി വളരെ സജീവമായിട്ടുള്ള ഒരു LP സ്കൂൾ വിദ്യാലയം. തീർച്ചയായും കുട്ടികളുടെ മനോഹരമായ കലാപരിപാടികൾക്ക് വേണ്ടി നാം കാത്തു നിൽക്കുകയാണ്. ഞാൻ പറയുമ്പോൾ പലപ്പോഴും ഒരു MLA എന്ന രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഈ നിയോജക മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്തു എന്ന് പറയാനാണ് പരിശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പ്രധാന അധ്യാപിക കൂടിയായ സിസ്റ്റർ കഴിഞ്ഞ തവണ ഞാൻ വന്ന കാര്യം എന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സിസ്റ്റർ പോയാ? അപ്പോൾ സിസ്റ്റർ അതെന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. MLA എന്ന നിലയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ എയ്ഡഡ് വിദ്യാലയങ്ങൾക്കും, പ്രത്യേകിച്ച് ഞാൻ പഠിച്ച ഒരു വിദ്യാലയമാണ് വടക്കാഞ്ചേരി സെൻറ്റ് പയസ് 10th UP സ്കൂൾ. ആ വിദ്യാലയത്തിന് ഒരു സ്കൂൾ വാഹനം നിലവിലെ MLA എന്ന രീതിയിൽ ഒരു എയ്ഡഡ് വിദ്യാലയത്തിന് കൊടുക്കാവുന്ന തുകയേക്കാൾ കൂടുതൽ സ്പെഷ്യൽ ഓർഡറിൻ്റെ ഭാഗമായി നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആര്യമ്പാടത്തെയും മുണ്ടത്തിക്കോട്ടെയും അമ്പലപുരത്തെയും എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ അടുക്കളയും ടോയ്ലറ്റ് ബ്ലോക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. ഇതിലൊന്നും പെടാത്തൊന്നു വേണം എന്നതാണ്. തീർച്ചയായും അത്തരം ഒരു പ്രവർത്തനം നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എടുക്കുന്നതിന് വേണ്ടി ആലോചിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നമ്മുടെ വിദ്യാലയത്തിന് നൽകും എന്ന് ഈ ഘട്ടത്തിൽ പറയുകയാണ്. ഇതിങ്ങനെ പറയുമ്പോൾ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സർക്കാർ വിദ്യാലയങ്ങൾ, ഇപ്പോൾ നമ്മുടെ സുഹൃത സിസ്റ്റർ റിട്ടയർ ചെയ്താൽ ഉടനെ നമുക്ക് ഇവിടെ പുതിയ ഒരു അധ്യാപകരെ നിയമിക്കാൻ ആവശ്യമായ ഒഴിവുകൾ ഉണ്ടാകും. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഈ വിദ്യാലയത്തെ സംബന്ധിച്ചല്ല, പൊതുവിൽ നമുക്ക് ഒരു 8-9 കൊല്ലങ്ങൾക്ക് മുമ്പ് ഡിവിഷൻ പോൾ വന്നാൽ എയ്ഡഡ് വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ അങ്ങനെ കടന്നു വരാത്തതിൻ്റെ ഭാഗമായി അധ്യാപക ബാങ്കിലേക്ക് പോവുകയും ചില പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരിട്ടിരുന്നു. എന്നാൽ ഇന്ന് ആ കാര്യത്തിൽ വലിയ മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾ ഒരുപക്ഷെ ഉന്നത നിലവാരത്തിലേക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല
സൗകര്യങ്ങളുടെ കാര്യത്തിലും ഉയരുകയുണ്ടായി. ഞാൻ പറയാറുണ്ട്, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പിന്നെ LP സ്കൂളിൽ അല്ലെങ്കിൽ UPയിലൊക്കെ മിക്കവാറും നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു ഉപകരണം ഗ്ലോബാണ് അല്ലേ? വേറൊന്നുമില്ല. ഗ്ലോബ് വരണ ദിവസം ഇല്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് വല്ലാത്ത വിഷമാണ്. ആ പീരീഡ് നഷ്ടപ്പെട്ടാൽ പിന്നീട് ടീച്ചേഴ്സ് റൂമിൽ രൂപക്കൂട്ടലേ കാണാൻ പറ്റും. അത് അവിടെ ഇരിക്കുള്ളൂ. അങ്ങനെയല്ലേ? ആർട്ടിക്ക അന്റാർട്ടിക്ക ഒക്കെ പഠിക്കണമെങ്കിൽ എന്ത് വേണം? ഗ്ലോബ് വേണം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ ലോകത്തെ എല്ലാ കാര്യങ്ങളും അവരുടെ വിരൽത്തുമ്പിലാണ് അല്ലേ? അപ്പം അവരുടെ വിരൽത്തുമ്പിൽ ഇതെല്ലാം ലഭിക്കുമ്പോഴും നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് ഈ സൗകര്യങ്ങൾ കടന്നു വരണ്ടേ? അതുകൊണ്ടാണ് സിസ്റ്റർ എൻ്റെ അടുത്ത് ഒരു കമ്പ്യൂട്ടർ ചോദിച്ചത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് 1ാം ക്ലാസ് മുതൽ ലാപ്ടോപ്പിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കാൻ ആവശ്യമായ മെറ്റീരിയൽ, ബ്ലാക്ക് ബോർഡും ഡസ്റ്ററും അതുപോലെ തന്നെ ചോക്കും, ഇടയ്ക്കൊക്കെ ഞങ്ങളെ തന്നെ അടിക്കാനുള്ള വടി വെട്ടിക്കൊണ്ടുവരാറുണ്ട്. സിസ്റ്റർ വെട്ടി കൊണ്ടുവന്നുണ്ട് ഇല്ലേ? ഇവിടെ ഇല്ല തോന്നുന്നു അല്ലേ? അതായത് വടി നമ്മൾ കൊണ്ടുവരിക, നല്ല വടി കൊണ്ടുവരുന്ന ആൾക്ക് മറ്റേ ഒരു അഭിനന്ദനം കിട്ടും ടീച്ചറുടെ. നമ്മളെ തന്നെ അടിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ അടിച്ചിട്ടല്ല. പക്ഷേ ഇത്തരം ഒരു ക്ലാസ് റൂമിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾക്ക് വ്യത്യസ്തമായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് മിക്കവാറും എല്ലാ ക്ലാസ് റൂമുകളിലും പ്രൊജക്ടർ ഉണ്ട്, സ്ക്രീനുണ്ട്. കോവിഡ് മഹാമാരി വന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പം 5 കൊല്ലാവുകയാണ്. പ്രധാനമായും 2 കൊല്ലം കുട്ടികളെ നമുക്ക് വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഇവരെയൊക്കെ ഇന്നിപ്പോൾ LPയിലുള്ള കുട്ടികളുടെ മുതിർന്ന കുട്ടികളെ ഇതെല്ലാം കഴിഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ വിദ്യാലയങ്ങളിലും ഇൻ്റർനെറ്റ് സൗകര്യമുള്ളതുകൊണ്ടും നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടും ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന സുഹൃത സിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളെ ക്ലസ്റ്റർ വഴി പ്രധാനമായും അത്തരം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുക കൂടി ചെയ്തതിൻ്റെ ഭാഗമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പഠിപ്പിക്കുന്ന അധ്യാപകരെ ഈ കഴിഞ്ഞ വെക്കേഷൻ കാലത്താണ് പഠിപ്പിച്ചത്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ലോകത്ത് വരുന്ന എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാനും അതെല്ലാം തന്നെ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലേക്ക് കൂടി പകർത്തുന്നതിനും വേണ്ടിയുള്ള കഴിഞ്ഞ 9 കൊല്ലക്കാലത്തെ വലിയ പരിശ്രമമുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റേത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റേത് ആയി ഉള്ള ആ കാലഘട്ടം ഞാനത് എടുത്തു പറയുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 3.5 കൊല്ലം 4 കൊല്ലം ആവാൻ പോവുകയാണ് ഞാൻ MLA ആയിട്ട്. ഞാൻ MLA ആവുക എന്ന് പറഞ്ഞാൽ 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മാത്രം ഈ നിയോജക മണ്ഡലത്തിലെ 20 കോടി രൂപയാണ് വിദ്യാലയങ്ങളുടെ കെട്ടിടം പണിയുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് അനുവദിച്ച് നൽകിയത്. അതിൽ 5 വിദ്യാലയങ്ങൾ പണി പൂർത്തിയായി, മറ്റ് വിദ്യാലയങ്ങൾ പണി ആരംഭിക്കുകയാണ്. 20 കോടി അത്ര ചെറിയ സംഖ്യ അല്ലല്ലോ. ആരും ഒന്നും മുണ്ടുന്നില്ല. നമ്മുടെ വിദ്യാലയത്തിന് ഇല്ലാന്ന് വെച്ചിട്ടാണോ? ഞാൻ പറയാന്ന് HF സിസ്റ്റർ വേഗം പറഞ്ഞു ആന്ന്. ശരി, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾക്കാണ് ഗവൺമെൻറ്റിന് നേരിട്ട് ഈ തുക നൽകാൻ വേണ്ടി കഴിയുക. നമ്മുടെ പുതുരുത്തി സ്കൂളിന് 1 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പാർലിക്കാട് സ്കൂളിന് 1 കോടി രൂപ കിട്ടി. അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ 1 കോടി രൂപ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നില്ല. നമ്മുടെ ഈ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് വിട്ടാൽ ഉടനെ പോകേണ്ട സ്ഥലങ്ങൾ കൂടിയാണ് അത് എന്ന് നമ്മുടെ രക്ഷിതാക്കൾക്ക് ധാരണയുണ്ടാകണം. അപ്പം ഈ 20 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായ വിദ്യാലയങ്ങളാണ്. പ്രത്യേകിച്ച് അതിൽ ഏകദേശം ഒരു 10 കോടി രൂപ ഹയർ സെക്കൻഡറി ബ്ലോക്കുകൾക്കാണ്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി ബ്ലോക്ക് എല്ലാ ലാബുകൾക്കുമായി 3 കോടി രൂപയുടെ കെട്ടിടമാണ് അവിടെ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. കുറ്റൂര് സ്കൂളിലും ചന്ദ്ര മെമ്മോറിയൽ സ്കൂളിലും 3 കോടി രൂപയുടെ ഹയർ സെക്കൻഡറി ബ്ലോക്കാണ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഹയർ സ്റ്റഡി, ഒരു കോളേജിലുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ലാബുകളും കൃത്യമായി രൂപപ്പെടുത്തുക എന്ന നിലയിലുള്ള പ്രവർത്തനമാണ്. ഞാൻ നീട്ടുന്നില്ല. ഞാൻ പറയാൻ ശ്രമിച്ചത് പൊതുവിദ്യാഭ്യാസത്തെ ഇത്ര കണ്ട് കരുതലോടുകൂടി മുന്നോട്ട് പോകുന്ന
ഒരു സംവിധാനം. തീർച്ചയായും ആ സംവിധാനം എന്ന് പറയുന്നത് ഒരു സബ്സിഡിയാണ് എന്ന് നാം തിരിച്ചറിയണം. മനസ്സിലായില്ലേ? പലപ്പോഴും നമുക്കത് തിരിച്ചറിയാറില്ല. നമ്മളിപ്പോൾ റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുമ്പോൾ മാത്രമേ സബ്സിഡി ഉള്ളൂ എന്നുള്ള ധാരണയാണ് സിസ്റ്ററെ. നമ്മുടെ ഒരു ധാരണ അങ്ങനെയാണ്. പക്ഷേ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു സബ്സിഡിയാണ്. എന്താ സബ്സിഡി? അധ്യാപകർക്കുള്ള ശമ്പളം, സൗകര്യങ്ങൾ, ഇതെല്ലാം ഗവൺമെൻറ് പ്രദാനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത ചെലവില് വലിയൊരു എയ്ഡാണ് ഗവൺമെൻറ് നൽകുന്നത് എന്ന് നാം തിരിച്ചറിയണം. അത് തന്നെയാണ് ആരോഗ്യരംഗത്തെ മെഡിക്കൽ കോളേജിലും ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ സംവിധാനത്തിലുമുള്ളത്. അപ്പം സ്വാഭാവികമായും സബ്സിഡികൾ നിർത്തണം, സഹായങ്ങൾ നിർത്തണം, എയ്ഡുകൾ നിർത്തണം എന്ന് പറയുമ്പോൾ ഒരു 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 പരിഷ്കൃത ജനവിഭാഗം, പ്രത്യേകിച്ച് ജനാധിപത്യ പ്രക്രിയക്കകത്ത് അത് നിലനിർത്തുക എന്നത് അനിവാര്യമാണ്. അതിനാവശ്യമായ സാഹചര്യങ്ങൾ കൂടി രൂപപ്പെടുക എന്നതും പ്രധാനമാണ്. അങ്ങനെ ചിന്തിക്കുന്ന, പൊതുവിദ്യാഭ്യാസത്തിന്, പൊതുജനാരോഗ്യത്തിനൊക്കെ തന്നെ മുൻഗണന നൽകുന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ സംസ്ഥാനത്തിലുള്ളത് എന്നും അതിനുവേണ്ടി വലിയ അളവിൽ നീക്കിവെക്കപ്പെടുന്ന തുക വലിയ നിക്ഷേപമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുക. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കെട്ടിടം പണിയുന്നത്? എന്തിനു വേണ്ടിയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 10 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ അമ്മയും കുഞ്ഞും ബ്ലോക്കും കെട്ടിട നിർമ്മാണം 540 കോടി രൂപയുടെ ഇപ്പം നടത്തുന്നത്? ഇതൊക്കെ പണം കൊടുത്താൽ കിട്ടില്ലേ? പണം കൊടുത്താൽ കിട്ടും. പണം കൊടുക്കാനുള്ളവനെ അത് കിട്ടൂ. പണം കൊടുക്കാനില്ലാത്തവനെ കൂടി ചേർത്ത് പിടിക്കണമെങ്കിൽ അവിടേക്ക് പണം പമ്പ് ചെയ്യണം. അങ്ങനെ പമ്പ് ചെയ്യുന്നത് നഷ്ടമാണെന്നും എല്ലാം ലാഭകരമാക്കണം എന്ന് ചിന്തിക്കുകയും ലാഭകരമല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തിടത്താണ് ലാഭകരം അല്ലാത്തതും നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കിയത് എന്നുകൂടി ഇവിടെ ചേർക്കുകയാണ്. അൺഎക്കണോമിക് എന്ന് പറഞ്ഞാണ് അടച്ചുപൂട്ടലുകൾ ഉണ്ടായത്. നമ്മുടെ തൊട്ടടുത്തൊരു വിദ്യാലയം, ഞാൻ വിദ്യാലയത്തിൻ്റെ പേര് പറയണോ? കിരാലൂരിലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം അത്തരം ഒരു പട്ടികയിലേക്ക് പോയതാണ്. ഇന്ന് അത് പിന്നെ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഏറ്റെടുത്ത് ഗവൺമെൻറ് വിദ്യാലയമായി പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിലുണ്ടായ ഒരു മാറ്റാണ്. 40 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ആ 40 കുട്ടികളിലെ പിന്നെ 5-10 കുട്ടികളെങ്കിലും ചിലപ്പോൾ വേലൂരിലേക്കോ പേരാമംഗലത്തേക്കോ പോകാൻ കഴിയും. ഒരു 10-30 കുട്ടികൾക്ക് അത് കഴിയാത്തത് കൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത്. ആ 30 കുട്ടികളിലെ ഒരു ശാസ്ത്രജ്ഞനോ ആ 30 കുട്ടികളിലെ ഒരു നല്ല കലാകാരനോ എന്തുമുണ്ടാകാമെന്ന് കരുതിയാണ് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഭൂമിയും സംവിധാനവും ഗവൺമെൻറ് ഏറ്റെടുത്തത്. ഞാൻ നീട്ടുന്നില്ല. ഇത് ഒരു വീക്ഷണമാണ്. ആ വീക്ഷണം നമുക്ക് നിലനിർത്താൻ കഴിയണം. എല്ലാം ലാഭകരമാക്കുക എന്ന ചിന്തയ്ക്കപ്പുറത്ത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടിയുള്ള പ്രവർത്തനം എന്ന നിലയിലാണ് ഗവൺമെൻറ് ഈ കാര്യത്തെ കാണുന്നത് എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇനി ഞാൻ നീട്ടുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേണ്ടി കൂടിയാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഈ ഘട്ടത്തിൽ അറിയിച്ചുകൊണ്ട് സുഹൃത്ത് സിസ്റ്റർക്ക് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.